തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ബുക്കിലെറ്റ് വെച്ചിട്ടാണ് ജനങ്ങളെ ഫേസ് ചെയ്തത്. ഇതിനകത്ത് പച്ച നുണകൾ മാത്രമേ എഴുതിയത്. ഇത് ജനം കാണുകയാണല്ലോ, ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയാണല്ലോ. ഇപ്പം ഇത്രയും പരാജയത്തിലേക്ക് പ്രശ്നം ഏകാധിപത്യവും അഹങ്കാരമാണ്. എൻ്റെ പൈസ ഞാൻ തീരുമാനിക്കും, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ജനവിധി ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. കറണ്ട് ബില്ല് കെട്ടാൻ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹൈമാസ് ലൈറ്റിൻ്റെ വന്ന ഇത് അവർ ലാപ്സാക്കി കളഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് എറണാകുളത്തെ 2020 നേരിട്ടത്. കിഴക്കമ്പലം, മഴുവന്നൂർ, ഐക്കരനാട്, കുന്നത്തുനാട് എന്നീ 4 പഞ്ചായത്തുകളിലായിരുന്നു 2020യുടെ ഭരണം. അതിൽ കുന്നത്തുനാട്, മഴുവന്നൂർ എന്നീ 2 പഞ്ചായത്തുകൾ കൈവിട്ടുപോയി. പുറമെ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും 1 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും നഷ്ടപ്പെട്ടു. കിറ്റെക്സ് കമ്പനിക്ക് കീഴിലുള്ള ഈ കോർപ്പറേറ്റ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? കമ്പനി ഭരണം ജനങ്ങൾ താഴിട്ടു പൂട്ടാൻ കാരണമെന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 2015 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കുറേ മോഹന വാഗ്ദാനങ്ങളുണ്ട്. തരിശു കിടക്കുന്ന കൃഷിഭൂമികൾ കൃഷി ചെയ്യും, കുടിവെള്ളം ക്ഷാമം പരിഹരിക്കും, വൈഫൈ കണക്ഷൻ, എല്ലാവർക്കും പാർപ്പിടം, ഭക്ഷ്യസുരക്ഷ, അങ്ങനെ ഒട്ടേറെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ആയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ആളുകളെ സംബന്ധിച്ച് 2020ക്ക് അനുകൂലമായിട്ട് ജനം വോട്ട് ചെയ്തു. അന്ന് 19 വാർഡിൽ മത്സരിച്ചിട്ട് 17 വാർഡും 2020ക്ക് ലഭിച്ചു. അപ്പോൾ ജനത്തിന് ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ 10 വർഷം അതിനുശേഷം 2015, 2020 കഴിഞ്ഞു. 20 മുതൽ 25 ഭരണം തുടർ ഭരണം ലഭിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. ഈ 2020 വന്നതിന് ശേഷം ഇങ്ങേര് പറഞ്ഞ ഒന്നും നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, വിവേചനപരമായ പെരുമാറിയത്. 2020യുമായി ബന്ധപ്പെട്ട ആളുകൾക്കല്ലാതെ ഒരു ആനുകൂല്യവും പഞ്ചായത്തിൽ നിന്ന് കൊടുത്തില്ല. ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് 2020യെ എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പരസ്പരം പ്രവർത്തിച്ചത്. തരിശു കിടക്കുന്ന കൃഷിഭൂമികൾ 1 സെൻറ്റ് സ്ഥലം പോലും, 1 ഏക്കർ പോലും കൃഷി ചെയ്തിട്ടില്ല. പിന്നെ പാർപ്പിടത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഈ പഞ്ചായത്തിൽ 200 ചില്ലാൻ പേർക്ക് മറ്റേ വീട് ലഭിക്കാനുണ്ട്. പിന്നെ ഭക്ഷ്യസുരക്ഷ, അപ്പോൾ ഇവിടെ തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കുന്നില്ല. 2024 തെരഞ്ഞെടുപ്പ് വന്നു. 2020 സ്ഥാനാർത്ഥിയും ലോക്സഭയിലേക്ക് മത്സരിച്ചു. 55,000 കാർഡ് ഈ കുന്നത്താട് മണ്ഡലത്തിൽ വീടുകളിൽ കൊടുത്തിരുന്നു. ഒരു കാർഡിൽ 2 വോട്ട് കിട്ടിയാൽ എനിക്ക് 1,10,000 വോട്ട് ലഭിക്കുമായിരുന്നു. നന്ദിയില്ലാത്ത ജനം എൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്യാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചു. അങ്ങനെ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചു. കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ്, ആ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് പണി തീർത്തിട്ടിട്ട് സർക്കാർ നേരത്തെ വളരെ ഭംഗിയായി പണിതാ. അത് പൊളിച്ചു കളഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് പണിതു. ആ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തില്ല. അതിൻ്റെ പേരിൽ ഒരുപടി കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോടതിയെ സമീപിക്കുകയും ചെയ്തു. തൊട്ടിപ്പുറത്ത് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത, പഴയ കാലത്ത് മറ്റു പ്രദേശങ്ങളിൽ നിന്നടക്കം ഈ പുഴമീൻ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആ മാർക്കറ്റിൽ വരുമായിരുന്നു. ഈ നാട്ടിൽ മാത്രമല്ല, സമീപ ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷിക്കാർ വരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ആ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റഴിച്ചുകൊണ്ടിരുന്ന വലിയ മാർക്കറ്റായിരുന്നു. ആ മാർക്കറ്റ് ആകെ പൊളിച്ചു കളഞ്ഞിട്ട് വലിയ ലുലു മാള് പോലെ അതിൻ്റെ മാതൃകയുള്ള വലിയ ഷോപ്പിംഗ് മാള് പണിയുമെന്നാണ് പറഞ്ഞത്. വർഷം 5 പിന്നിടുമ്പോഴും ഒരു കല്ലെടുത്ത് വയ്ക്കാൻ ഈ ഭരണസമിതിക്കായില്ല. കിഴക്കമ്പലം പഞ്ചായത്തിൽ തേനും പാലും ഒഴുകുന്ന ഒരു പഞ്ചായത്താണ്. ജനങ്ങൾക്ക് പട്ടിണിയില്ല, പൈസ മുടക്കാതെ ജീവിക്കാം എന്നുള്ളൊരു പ്രചരണം വന്നു. അപ്പോൾ മറ്റുള്ള സമീപ പഞ്ചായത്തിലെ ആളുകൾക്കും ഇതിൻ്റെ ഗുണം കിട്ടും എന്നൊരു കാഴ്ചപ്പാട് അവിടെയുള്ള പഞ്ചായത്തിലുള്ള ജനങ്ങളും വോട്ട് ചെയ്തു. ഈ 4 പഞ്ചായത്തിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് പോലും അവിടെ ഒരു സ്ഥലത്ത് പോലും, ഒരു പഞ്ചായത്തിൽ പോലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കുകയോ ഒന്നും ചെയ്തില്ല. സാബു ജേക്കബിൻ്റെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും തെരഞ്ഞെടുപ്പിന് സമയത്തും ഓരോ കമ്മിറ്റി യോഗങ്ങളും അവിടെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ പോലും ആരംഭിച്ചിട്ടില്ല.
2020 കമ്പനി ഭരണം നടക്കുന്ന 4 പഞ്ചായത്തുകളുടെ ഗ്രാഫ് ഇത്തവണ 7 ഉയർത്തുമെന്നായിരുന്നു കിറ്റക്സ് മുതലാളി സാബു എൻ ജേക്കബിൻ്റെ അവകാശവാദം. എന്നാൽ ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് പോകുകയും ചെയ്തു. എറണാകുളത്തെ മുഴുവൻ നഗരസഭയിലും കൊച്ചി കോർപ്പറേഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തി. സ്ത്രീ വോട്ടുകൾ പരമാവധി നേടാൻ സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതലും വനിതകളായിരുന്നു. പൊടിക്കൊരു സൈക്കോളജിയും ചേർത്തു. പോസ്റ്ററുകളിൽ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള സ്ഥാനാർത്ഥികളെ പിങ്ക് നിറത്തിലുള്ള യൂണിഫോം ധരിപ്പിച്ചു. എന്നാൽ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് സിനിമയിൽ പറഞ്ഞതുപോലെ സൈക്കോളജിയും വന്നില്ല, വോട്ടും വന്നില്ല. കൊച്ചി കോർപ്പറേഷനിൽ 76 ഡിവിഷനിൽ 55 ഇടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരിടത്തും ജയിക്കാനായില്ല എന്നത് വലിയ നാണക്കേടാണ് ഈ കോർപ്പറേറ്റ് പാർട്ടിക്ക് നൽകിയത്. 2020 എന്ന പേര് തന്നെ സ്വീകരിച്ചത് ഈ കേരളത്തിലെ സംസ്ഥാനത്തിൽ കിഴക്കമ്പലം പഞ്ചായത്ത് 2020 ആകുമ്പോഴേക്കും സിംഗപ്പൂർ മോഡലിലുള്ള പഞ്ചായത്ത് ആകും, സിംഗപ്പൂർ മോഡലിലുള്ള ഭരണം കാഴ്ചവെച്ച് അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങളൊക്കെ ഇതിനകത്ത് വശമെതിരായി പോയത്. ഇരുപത് ഏക്കർ സ്ഥലത്ത് കരിമ്പ് കൃഷി ചെയ്തു എന്ന് പറഞ്ഞത്. കരിമ്പ് കൃഷി ചെയ്തു എന്ന് മാത്രമല്ല, ആ കരിമ്പ് വിളവെടുത്ത് അത് ശർക്കര ഉൽപ്പാദിപ്പിച്ച് അത് വിപണനം നടത്തി വരികയാണെന്ന് പറഞ്ഞു. ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിനകത്ത് ജിമ്മ് പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് യുവതികൾ അവിടെ വന്ന് പോകണമെന്നാണ് പറഞ്ഞത്. ആ കെട്ടിടത്തിൻ്റെ പണി പോലും പൂർത്തീകരിക്കാതെ 6 പ്രാവശ്യം കരാറുകാരൻ അത് ഇട്ടിട്ട് പോയി. 6 പ്രാവശ്യം അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടും പണി പൂർത്തീകരിക്കാതെ ഇപ്പോഴും കിടക്കുകയാണ്. അവിടെ ജിമ്മ് പ്രവർത്തിക്കുന്നു. അതുപോലെ അവിടെ സൗജന്യ ഭക്ഷണശാല പ്രവർത്തിക്കണമെന്നാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. പച്ച നുണകൾ മാത്രം എഴുതി വെച്ചത്. ഇത് ജനം കാണുകയാണല്ലോ, ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയാണല്ലോ. സഞ്ചരിക്കുന്ന ആശുപത്രി, പാലിയേറ്റീവ് കെയറിൻ്റെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ പടം എടുത്തിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ സഞ്ചരിക്കുന്ന ആശുപത്രി ഉണ്ട് എന്ന് പ്രചരിപ്പിച്ചു. ഇത് പുറം ലോകത്തേക്ക് കാണുമ്പോൾ കിഴക്കമ്പലം വലിയ സിംഗപ്പൂരാണ്, വലിയ സംഭവം ധരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇത് ചെയ്തത്. ആളുകൾ നല്ല വിദ്യാസമ്പന്നരായതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ നുണകൾ നുണയാണെന്ന് നല്ല ബോധ്യം വന്നപ്പോൾ അവിടെ കുന്നത്താട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാജിവെച്ചു പോയി. നിരവധി പഞ്ചായത്ത് മെമ്പർമാർ രാജിവെച്ചു. മഴുവന്നൂർ 5ഓളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ 2020 വിട്ടുപോയി. ഞാൻ പോകുന്നു, അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പോകുന്നു, വേറെ മെമ്പർമാർ പോകുന്നു, പിന്നെ കുന്നത്താട് പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോള് പോകുന്നു. അങ്ങനെ ഒട്ടേറെ കുറച്ച് മെമ്പർമാർ പോരും. അതിനോടൊപ്പം മറ്റ് ആളുകളും ഇതിൽ നിന്ന് പയ്യെ മാറാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മിറ്റിയിലോ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പങ്കെടുത്ത് സംസാരിക്കാൻ ഒരു അനുവാദമില്ല. ഇനി അഥവാ സംസാരിച്ചാൽ തന്നെ അത് അപ്പം തന്നെ പുള്ളി അത് ഒബ്ജക്റ്റ് ചെയ്ത് കളയും. ഞാൻ പൈസ മുടക്കണു, എൻ്റെ പൈസ ഞാൻ തീരുമാനിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവണത. കിഴക്കമ്പലം 2020 എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടന, ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു. ആ സംഘടനയുടെ പേരിലാണ് ഈ CSR ഫണ്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ ബുദ്ധിപരമായി അങ്ങനെ അതിൽപ്പെടുന്ന 2020-ക്കാരല്ലാത്ത ഒരാൾക്ക് പോലും ഈ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തുന്ന തരത്തിലല്ല CSR ഫണ്ട് കമ്പനി ഉപയോഗിക്കുന്നത്. മനുഷ്യരെ വിഘടിപ്പിച്ച് ഈ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടതെന്ന് ഈ പറയുന്ന കുന്നത്താട് പഞ്ചായത്തിലും മഴുവന്നൂർ പഞ്ചായത്തിലടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വലിയ തോൽവി ഉണ്ടായത്. നിലവിൽ കുന്നത്തനാട് പഞ്ചായത്തിൽ ഏതാണ്ട് 12 കോടി രൂപയോളം ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു 1500 കുട്ടികൾ പഠിക്കുന്ന മാർക്കൂറിലോസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ ഭാഗം ഉള്ള റോഡ് പോലും 5 വർഷമായിട്ട് തകർന്നു കിടക്കുകയാണ്. ഞാൻ ഇപ്പം ജയിച്ചു വന്ന 5-ാം വാർഡിൽ നമ്മുടെ തെക്കേ കവല ഒരു കോളനി റോഡുണ്ട്. ആ റോട്ടിലും ഇതുവരെയും ആ റോഡ് ടാർ ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഇതുവരെയും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. പിന്നെ നിലവിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചലഞ്ചുമായി ഇവർ പൈസകൾ പിരിച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെയും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് ഇടുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഈ MP ഏതാണ്ട് ഒരു 5ഓളം ഹൈമാസ് ലൈറ്റിൻ്റെ ഇത് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറായി പഞ്ചായത്തിൽ വന്നപ്പോൾ കറണ്ട് ബില്ല് കെട്ടാൻ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹൈമാസ് ലൈറ്റിൻ്റെ വന്ന ഇത് അവർ ലാപ്സാക്കി കളഞ്ഞത്. എൻ്റെ മകളുടെ വിവാഹം ഉണ്ടായി. വിവാഹത്തിന് മെമ്പർമാർ 2020 അല്ലാത്തവരുണ്ടായി. ഒരു കോൺഗ്രസിൻ്റെ മെമ്പറും ഒരു SDPയുടെ മെമ്പറും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ
മെമ്പർമാർ ക്ഷണിക്കാൻ പാടില്ല. അപ്പോൾ ഇത് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം വരെ ആരെ വിളിക്കണ്ട എന്നുള്ള അനുവാദം വരെ താങ്കളുടെ അടുത്ത് സാബു ജേക്കബിൻ്റെ അടുത്ത് അനുവാദം വേണമെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഈ 2 മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും വന്നതിന് പേരിൽ അദ്ദേഹം അവരെ കണ്ടതിന് ശേഷം ആ വിവാഹത്തിൽ പങ്കെടുക്കാതെ തന്നെ വിട്ടുപോയി. ആ വാശിക്ക് എനിക്ക് എൻ്റെ ഈ വാർഡിലേക്ക്, പഴങ്ങനാട് 15-ാം വാർഡിലേക്ക് അനുവദിച്ച 17 ലക്ഷം രൂപ 4 ഇട റോഡുകളുടെ കട്ട വിരിക്കുന്ന റോഡുകളുടെ വർക്ക് ഒരു കാരണവശാലും ഫണ്ട് അനുവദിക്കരുതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞ് അത് ഒരു കാരണവശാലും തരാൻ സമ്മതിച്ചില്ല അദ്ദേഹം. സ്ട്രീറ്റ് ലൈറ്റിന് ഓരോ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഓരോ സ്ട്രീറ്റ് ലൈറ്റിന് ഇത്ര പൈസ വെച്ച് പലരുടെയും നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവരെടുത്തേണ്ട പൈസ പഞ്ചായത്തിൽ നിന്നാണ്, നിലവിൽ കുന്നത്തനാട് പഞ്ചായത്തിൽ നിന്നാണ് ഈ പൈസ എടുത്ത് ഇവർ നിലവിൽ ചെലവ് ചെയ്തിരിക്കുന്നത്. ഇവർ നിലവിലിപ്പോൾ ചെയ്യുന്നത് ഈ ഭക്ഷ്യ കിറ്റ്, ഈ 700 രൂപയുടെ കിറ്റ് കൊടുത്താണ്. 1/4 കിലോ വെണ്ടക്ക, 1/4 കിലോ തക്കാളി, അങ്ങനെയുള്ള സംവിധാനം കൊടുത്ത്, വെളിച്ചെണ്ണ പോലും ആ കിറ്റിലില്ല. അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ വോട്ട് പിടിക്കാൻ അവർ ഇറങ്ങിയത്. ഭരണത്തിലിരുന്ന 4 പഞ്ചായത്തുകൾക്ക് പദ്ധതി വിഹിതമായി വിവിധ വർഷങ്ങളിൽ ലഭിച്ച 44 കോടിയോളം രൂപ പാഴാക്കി കളഞ്ഞ വിവരാവകാശ പ്രകാരമുള്ള രേഖകൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് UDFും LDFും പ്രചാരണം നടത്തിയത്. ടാറ്റയും ബിർളയും അംബാനിയും അടക്കമുള്ള കോർപ്പറേറ്റുകൾ രാജ്യത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നാൽ സംഭവിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് 2020യുടെ ഏകാധിപത്യ ഭരണമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. 2020ക്കെതിരെ ഉയർന്ന ജനവികാരം തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ മുന്നണികൾക്കായി. ഒടുക്കം ജനങ്ങൾ ആഗ്രഹിച്ച വിധി അവർ നടപ്പിലാക്കുകയും ചെയ്തു. നിലവിൽ സാബു മുതലാളിയുടെ സ്വന്തം കോർപ്പറേറ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടമാണിത്. മുതലാളിത്ത ഭരണത്തിൻ്റെ അടിവേരിന് ഇപ്പോൾ സംഭവിച്ച കോട്ടത്തിന് തുടർച്ചയായി വരും കാലങ്ങളിൽ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.